പത്തനംതിട്ട RTO ഇപ്പൊ നമുക്കിപ്പം ചേരുന്നുണ്ട്. സർ, ഈ അപകട കാരണം പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇത് വെളുപ്പിനെ ഒരു 3:30-ക്കാണ് ആക്സിഡന്റ് നടന്നിരിക്കുന്നത്. മലേഷ്യയിൽ നിന്ന് ഒരു കുട്ടിയെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം പ്രാഥമികമായിട്ടൊരു നിഗമനം കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. പിന്നെ എന്റെ വീട്ടിലെ തന്നെ ഒരു 8 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത്. മറ്റേ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വന്ന ബസ് സ്വാമിമാരുടെ വണ്ടിയുടെ കീഴിലോട്ട് ഈ വണ്ടി ഇടിച്ച് കയറിയിരിക്കുകയാണ്. അപ്പം ഉറങ്ങിപ്പോയി അപകടം സംഭവിച്ചിട്ടുണ്ട്. മറ്റു കാരണങ്ങളൊന്നും ഉള്ളതായിട്ട് അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പൊ എന്തായാലും നമ്മുടെ ഒരു ടീം അതിന്റെ ഒരു പ്രിലിമിനറി ഇൻസ്ട്രക്ഷനായിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരിപ്പോ അവിടെ എത്തിക്കാണും. അമിത വേഗത്തിലായിരുന്നോ? അത് അറിയാൻ മാർഗമില്ല, രാത്രി ആയതുകൊണ്ട്. ഈ ഉറങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ കൺട്രോൾ പോവുമല്ലോ, ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. അപ്പൊ സ്പീഡ് ഇല്ലെങ്കിൽ പോലും ചെന്ന് കയറാൻ പിന്നെ ഒരുമാതിരി സ്പീഡിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ഈ ഇടിയുടെ ഇതുണ്ടാകത്തില്ല. ചെറിയ സ്പീഡിലാണെങ്കിൽ ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാകത്തില്ല. ഡാമേജ് നല്ല ഡാമേജ് ആണ് വണ്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികൾ എന്താണ്? അവിടെ നിന്നും വാഹന പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയുമായിരിക്കും ശ്രീ അൻസാരി? പ്രിലിമിനറി ഇപ്പൊ പോലീസാണ് അതിന്റെ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിന്റെ ഒരു റിപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഇൻസ്പെക്ഷൻ ഉള്ളൂ. അതെന്തായാലും ഇന്ന് തന്നെ നടക്കും. നമ്മുടെ ആൾക്കാർ ഇന്നിപ്പോ അവിടെ ഒരു ടീം അവിടെ എത്തിക്കാണും മിക്കവാറും. ഇപ്പം രാവിലെ പോയിട്ടുണ്ട് അങ്ങോട്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗങ്ങള് പോലീസായിട്ട് ചേർന്നിട്ട് നമ്മുടെ ഭാഗങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് ഇന്ന് തന്നെ എന്റെ ബാക്കി വണ്ടിയുടെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ പൂർത്തിയാക്കും. ശരി, വളരെ നന്ദി ശ്രീ അൻസാരി. ഒപ്പം ചേർന്നതിന് പത്തനംതിട്ട RTO ആണ് ശ്രീ അൻസാരിയാണ് നമ്മളോട് സംസാരിച്ചത്.